നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം സമിതിയിലേക്ക് അംഗങ്ങളായി. ചെയർമാൻ തിരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച. അരുവായി പാടശേഖരത്തിലെ തോട് നവീകരണത്തിന് 25 ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. കടവല്ലൂർ പാടത്തെ അപകടം. വാഹനവും പ്രതിയും കുന്നംകുളം പോലീസിന്റെ പിടിയിൽ. ചിറ്റഞ്ഞൂരിലെ CPM പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. പഴഞ്ഞിയിൽ അപകടം. ചെറുവത്താനി സ്വദേശിയായ യുവാവിനെ പരിക്കേറ്റു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ പുതിയ അംഗങ്ങളെ കാട്ടകമ്പാൽ ഗ്രാമീണ വായനശാലയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായി ആദരിച്ചു. പാതിവഴിയിൽ ഉപേക്ഷിച്ച കാട്ടകമ്പാൽ ചിറയിൻകാട് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. സ്രായിൽ കടവ് റോഡിൽ വളർന്ന പാഴ്ചെടികൾ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ശുചീകരിച്ചു. കുന്നംകുളം നഗരസഭാ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പ് നാളെ. വൺ ഇന്ത്യ വൺ പെൻഷൻ തൃശൂർ ജില്ലാ കൌൺസിൽ പൊതുയോഗം നടത്തി. വാർത്തകൾ വിശദമായി. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം സമിതിയിലേക്ക് അംഗങ്ങളായി. ചെയർമാൻ തിരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം സമിതികളിലേക്ക് അംഗങ്ങളായി. തിരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച നടക്കും. ധനകാര്യം, വികസനം, ആരോഗ്യ വിദ്യാഭ്യാസം, ക്ഷേമകാര്യം തുടങ്ങി 4 സമിതികളാണ് ഉള്ളത്. 4 അംഗങ്ങളുള്ള ധനകാര്യത്തിൽ വൈസ് പ്രസിഡന്റ് PA യദുകൃഷ്ണ, KT ഷാജൻ, പ്രമീള രാജൻ, പ്രദീപ് കൂനത്ത് എന്നിവരും, വികസനത്തിൽ ഷീജ സുഗതനും, രാജി സോമനും, ഖദീജ ഹസനും, MS മണികണ്ഠനും, ആരോഗ്യ വിദ്യാഭ്യാസത്തിൽ ബബിത ഷാജനും, ബിന്ദു മനോഹരനും, AM ജിഷ്ണുവും, ക്ഷേമകാര്യത്തിൽ മിന്റോ റെന്നി, MK സുധീർ, KS സിന്ധു, അബ്ദുൾ റഷീദ് എന്നിവരുമാണുള്ളത്. അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന യോഗത്തിന് റിട്ടേണിംഗ് ഓഫീസർ മിനി മേനോൻ, സെക്രട്ടറി ശ്രീകുമാരി, പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ എന്നിവർ നേതൃത്വം കൊടുത്തു. അരുവായി പാടശേഖരത്തിലെ തോട് നവീകരണത്തിന് 25 ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. അരുവായി പാടശേഖരത്തിലെ തോട് നവീകരിക്കുന്നതിന് ടെൻഡർ നടപടികൾ പൂർത്തിയായി. 2020 മാർച്ചിൽ ഫണ്ട് അനുവദിച്ച പദ്ധതി 4 തവണ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കാൻ കോൺട്രാക്ടർമാരെ ലഭിച്ചില്ല. പുതിയ ഭരണസമിതി പദ്ധതി അംഗീകരിച്ചാൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 340 മീറ്ററിലാണ് കരിങ്കൽ ഭിത്തി നിർമ്മിക്കുന്നത്. ദേവിനഗറിലും പാടത്തുമായി 2 നടപ്പാലങ്ങളും നിർമ്മിക്കും. പ്രളയാനന്തര പുനർനിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ വകയിരുത്തിയാണ് ദേവിനഗർ തോട് പുനരുദ്ധാരണ പദ്ധതി ചെയ്യുന്നത്. മഴയിൽ വെള്ളം കയറുന്ന പ്രദേശമാണ് ഇവിടെ. നിർമ്മാണം ഏറ്റെടുക്കുന്നതിന് കഴിഞ്ഞ വർഷങ്ങളിൽ കാലതാമസം വന്നിരുന്നു. ദേവിനഗർ മുതൽ മങ്ങാട് പൊന്നം വരെ 1.25 കിലോമീറ്ററാണ് തോടുള്ളത്. കടവല്ലൂർ പാടത്തെ അപകടം. വാഹനവും പ്രതിയും കുന്നംകുളം പോലീസിന്റെ പിടിയിൽ. തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയായ കടവല്ലൂരിൽ സ്കൂട്ടർ യാത്രികനായ യുവാവ് കാറിടിച്ച് മരിച്ച സംഭവത്തിൽ യുവാവും ആഡംബര വാഹനവും പോലീസ് പിടിയിലായി. മാറഞ്ചേരി സ്വദേശിയും ഇപ്പോൾ ചങ്ങരംകുളത്ത് താമസക്കാരനുമായ വലിയകത്ത് വീട്ടിൽ ഷബീറിനെയാണ് കുന്നംകുളം SHO KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച അർദ്ധരാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. പെരുമ്പിലാവിൽ നിന്നും ചങ്ങരംകുളം ഭാഗത്തേക്ക് പോയിരുന്ന സ്കൂട്ടറിനെ പുറകെ പോയിരുന്ന വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ശേഷം കാർ നിർത്താതെ പോയി. സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന നജ്മൽ തത്സമയം മരണപ്പെടുകയും സഹയാത്രികനായ ആഷിഖിനെ ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇടിച്ച വാഹനവും പ്രതിയെയും കണ്ടെത്തുന്നതിനായി ഉടൻ തന്നെ കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TS സിനോജിന്റെ നിർദ്ദേശത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. അന്വേഷണത്തിൽ പെരുമ്പിലാവ് മുതൽ ചങ്ങരംകുളം വരെയുള്ള നിരവധി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഇടിച്ച ആഡംബര വാഹനമായ ലാൻഡ് ക്രൂസർ വിഭാഗത്തിലുള്ളതാണെന്നും ചങ്ങരംകുളം പരിധി വിട്ട് പോയിട്ടില്ല എന്നും മനസ്സിലാക്കി. തുടർന്ന് ആഡംബര വാഹനം കൈകാര്യം ചെയ്യുന്നവരെ കുറിച്ചുള്ള അന്വേഷണമാണ് പ്രതിയിലെത്തിയത്. തുടർന്ന് പ്രതിയുമായി വാഹനം ഒളിപ്പിച്ചിരുന്ന ആനക്കരയിലെ ഒഴിഞ്ഞ പറമ്പിലെത്തുകയും അവിടെ നിന്നും അന്യസംസ്ഥാന രജിസ്ട്രേഷനുള്ള ലാൻഡ് ക്രൂസർ വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അന്വേഷണ സംഘത്തിൽ SHOയെ കൂടാതെ SI VS സന്തോഷ്, ASIമാരായ പ്രാംജിത്ത്, ഗോകുലൻ, CPOമാരായ സുജിത്ത്, സുമേഷ്, വൈശാഖ്, ഷെൽവിൻ, ഷിബിൻ എന്നിവരുമുണ്ടായിരുന്നു. ചിറ്റഞ്ഞൂരിലെ CPM പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ.
ചിറ്റഞ്ഞൂരിൽ കഴിഞ്ഞ പാർക്കാടി പൂരത്തിനിടെ CPM BJP പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘട്ടനത്തിന്റെ വൈരാഗ്യത്തിൽ ചിറ്റഞ്ഞൂർ സ്വദേശിയും CPM അനുഭാവിയുമായ യുവാവിനെ മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ച് വധിക്കാൻ ശ്രമിക്കുകയും പിടിച്ചുമാറ്റാൻ പോയ യുവാവിന്റെ അമ്മയെ പിടിച്ചുതള്ളി മാനഹാനി വരുത്തുകയും ചെയ്ത കേസിൽ ചിറ്റഞ്ഞൂർ സ്വദേശികളും BJP അനുഭാവികളുമായ കോളിയാട്ടിൽ അമിത്, വട്ടപ്പറമ്പിൽ സുബീഷ്, വെങ്കലത്ത് അഖിൽ, എഴുത്തുപുരക്കൽ ജിതിൻ എന്നിവരെ കുന്നംകുളം SHO KG സുരേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ പാർക്കാടി പൂരത്തിന് ഈ ആക്രമണത്തിൽ പരിക്കുപറ്റിയ യുവാവ് ഉൾപ്പെട്ട CPM സംഘവും BJP അനുഭാവികളുടെ പൂരക്കമ്മിറ്റിക്കാരും തമ്മിലാണ് സംഘട്ടനമുണ്ടായത്. കേസിൽ പരിക്കുപറ്റിയ യുവാവടക്കം ഇരുവിഭാഗത്തിനുമെതിരെ വധശ്രമം അടക്കമുള്ള കേസുകൾ എടുത്തിരുന്നു. ഇതിന്റെ തുടർച്ചയാകാം ഈ ആക്രമണമെന്ന് കരുതുന്നതായി പോലീസ് അറിയിച്ചു. പ്രതികളെ പിടികൂടിയ സംഘത്തിൽ SI VS സന്തോഷ്, ASI സജീവൻ, CPOമാരായ ജോഷി, നിബു, നെപ്പോളിയൻ, രഞ്ജിത്ത്, അബൂബക്കർ, വിനീത്, സച്ചു എന്നിവരുണ്ടായിരുന്നു. പഴഞ്ഞിയിൽ അപകടം. ചെറുവത്താനി സ്വദേശിയായ യുവാവിന് പരിക്കേറ്റു. പഴഞ്ഞി പഴയ കനറ ബാങ്കിന് സമീപത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. യുവാവിന് പരിക്കേറ്റു. ഇന്നലെ രാത്രി 8:30യോടെയായിരുന്നു അപകടം നടന്നത്. ചെറുവത്താനി കുറുമ്പൊട്ടിപ്പാലം സ്വദേശിയായ വികാസിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ യുവാവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ജെറുസലേം ഭാഗത്തു നിന്നും ചിറക്കൽ ഭാഗത്തേക്ക് പോയിരുന്ന കാറും ചിറക്കൽ ഭാഗത്തു നിന്ന് ജെറുസലേം ഭാഗത്തേക്ക് പോയിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ പുതിയ അംഗങ്ങളെ കാട്ടകമ്പൽ ഗ്രാമീണ വായനശാലയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായി ആദരിച്ചു. കാട്ടകമ്പൽ ഗ്രാമീണ വായനശാലയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായി കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ആദരിച്ചു. കാട്ടകമ്പൽ YMCA അങ്കണത്തിൽ വെച്ചാണ് ആദരവ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ആദരവ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PA യദുകൃഷ്ണ അധ്യക്ഷനായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന ഭാരവാഹികളായ V മനോജ് കുമാർ, PK രാജൻ, ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ജെയിം ജീവൻ, സെക്രട്ടറി KB നിഷാൽ, പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി MK സോമൻ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. പാതിവഴിയിൽ ഉപേക്ഷിച്ച കാട്ടകാമ്പാൽ ചിറയിൻകാട് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ ചിറയിൻകാട് ശിവജി നഗറിലെ 50ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, പാതിവഴിയിൽ ഉപേക്ഷിച്ച കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മഹിളാ മോർച്ച 1-ാം വാർഡ് കമ്മിറ്റി പ്രതിഷേധിച്ചു. BJP നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സതി സത്യൻ അധ്യക്ഷത വഹിച്ചു. കുടിവെള്ളത്തിനായി ടാങ്ക് സ്ഥാപിച്ച് മാസങ്ങളായിട്ടും ഇതുവരെ നടപടികൾ സ്വീകരിച്ചില്ലെന്നും കടുത്ത വേനലിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വെള്ളം കൊണ്ടുവരേണ്ട അവസ്ഥയാണെന്നും പ്രദേശവാസികൾ ഭീതിയിലാണെന്നും
നിരവധി തവണ രേഖാമൂലം അപേക്ഷകൾ നൽകിയിട്ടും നടപടികൾ സ്വീകരിച്ചില്ലെന്നും പ്രവർത്തകർ പറഞ്ഞു. ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് CG സുധീഷ്, VR സജിത്, അജിത സുരേന്ദ്രൻ, സന പ്രദീപ്, സുബിത ഭരതൻ, ഗ്രീഷ്മ സതീശൻ എന്നിവർ നേതൃത്വം കൊടുത്തു. സ്രായിൽ കടവ് റോഡിൽ വളർന്ന പാഴ്ചെടികൾ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ശുചീകരിച്ചു. കാട്ടകാമ്പൽ സ്രായിൽക്കടവിൽ യാത്രക്കാർക്ക് ഭീഷണിയായി വളർന്നു നിന്നിരുന്ന പാഴ്ചെടികൾ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്നതാണ് സ്രായിൽക്കടവ്. പാഴ്ചെടികൾ നിറഞ്ഞ കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. നന്നമുക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജബ്ബാർ, റഷീന റസാഖ്, ചെവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീജ സുഗതൻ, നാട്ടുകാർ, പ്രകൃതി സ്നേഹികൾ എന്നിവർ ഒത്തുചേർന്നാണ് ശുചീകരണം നടത്തിയത്. കുന്നംകുളം നഗരസഭാ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പ് നാളെ. കുന്നംകുളം നഗരസഭയിലെ സ്ഥിരം സമിതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. 19 അംഗങ്ങളുള്ളതിനാൽ പ്രധാനപ്പെട്ട സമിതികൾ ലഭിക്കുമെന്ന കണക്കൂട്ടലിലാണ് CPM. 2 സമിതികളിലേക്ക് മത്സരിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. BJP, RMP അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സാധ്യത. ധനകാര്യം, പൊതുമരാമത്ത്, വികസനം, ആരോഗ്യം, ക്ഷേമം, വിദ്യാഭ്യാസം എന്നിങ്ങനെ 6 സമിതികളാണ് ഉള്ളത്. ഓരോന്നിലും 6 വീതം അംഗങ്ങൾ വേണം. രാഷ്ട്രീയ കക്ഷിക്ക് സമിതിയിൽ അധ്യക്ഷ സ്ഥാനം ഉറപ്പാകണമെങ്കിൽ 4 അംഗങ്ങൾ ഉണ്ടാകണം. വിമത കോൺഗ്രസ് അംഗം ഉൾപ്പെടെ CPM-ന് 19 അംഗങ്ങളുണ്ട്. ധനകാര്യത്തിന്റെ അധ്യക്ഷ വൈസ് ചെയർപേഴ്സണാണ്. പൊതുമരാമത്ത്, വികസനം, ആരോഗ്യം എന്നിവയിൽ CPM-ന് ഭൂരിപക്ഷം ഉണ്ടാക്കാനാകും. ക്ഷേമം, വിദ്യാഭ്യാസം എന്നീ കമ്മിറ്റികളിലേക്കാണ് കോൺഗ്രസ് നീക്കങ്ങൾ നടത്തുന്നത്. BJP-യുമായുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കാൻ ജില്ലാ നേതൃത്വം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വോട്ടെടുപ്പ് നടന്നാൽ ആർക്കും പിന്തുണയില്ല എന്ന നിലപാടിലാണ് BJP. വൺ ഇന്ത്യ വൺ പെൻഷൻ തൃശൂർ ജില്ലാ കൌൺസിൽ പൊതുയോഗം നടത്തി. വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് തൃശൂർ ജില്ലാ കൌൺസിൽ പൊതുസമ്മേളനം കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ ആതിഥേയത്തിൽ കേച്ചേരി ജ്ഞാനപ്രകാശിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. നിയോജകമണ്ഡലം പ്രസിഡന്റ് സതീശൻ കാങ്കലാത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജെയിംസ് പാണാടൻ അധ്യക്ഷനായി. വൺ ഇന്ത്യ വൺ പെൻഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി പോളി ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജൻ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്ന പ്രമേയം സംസ്ഥാന കമ്മിറ്റി അംഗം MBK മുഹമ്മദ് അവതരിപ്പിച്ചു. 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് തടയുക എന്നതാവശ്യപ്പെട്ട് സംഘടനയുടെ നേതൃത്വത്തിൽ പൊതുതാൽപര്യ ഹർജി കൊടുക്കാൻ യോഗത്തിൽ തീരുമാനമെടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് സച്ചി മാത്യു മെമ്പർഷിപ്പ് വിതരണ പുരോഗമന ചർച്ചയ്ക്ക് നേതൃത്വം നൽകുകയും നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് റസാഖ് പാമ്പ്ര ആശംസകൾ നേരുകയും ചെയ്തു. നിയോജകമണ്ഡലം സെക്രട്ടറി പോൾ കൊച്ചുകുഞ്ഞൻ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് കേച്ചേരി ടൌണിൽ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനം നടത്തി. പഴഞ്ഞി പടിഞ്ഞാറേയങ്ങാടി പുലിക്കോട്ടിൽ ഉട്ടൂപ്പ് മകൻ വിൽസൺ നിര്യാതനായി. പാലക്കാട് ഗ്രാൻഡ് സ്റ്റേഷനറി ഉടമയാണ്. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് പഴഞ്ഞി മാർത്തോമ ഇമ്മാനുവൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. അഞ്ചാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പഴഞ്ഞി കാക്കശ്ശേരി വീട്ടിൽ ഷൈജു സിജിയ ദമ്പതികൾക്ക് വിവാഹ വാർഷിക ആശംസകൾ നേർന്ന് ആദി, വേദ, ജൂനോ, റോസന്ന, ജിവീഷ്, അനീറ്റ, ജനീറ്റ എന്നിവർ. അടയ്ക്ക പഴയത് 7,500 രൂപ മുതൽ 8,025 രൂപ വരെ, പുതിയത് 6,900 രൂപ മുതൽ 7,225 രൂപ വരെ, രണ്ടാം തരം 5,000 രൂപ മുതൽ 6,300 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം സമിതിയിലേക്ക് അംഗങ്ങളായി. ചെയർമാൻ തിരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച. അരുവായി പാടശേഖരത്തിലെ തോട് നവീകരണത്തിന് 25 ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. കടവല്ലൂർ പാടത്തെ അപകടം, വാഹനവും പ്രതിയും കുന്നംകുളം പോലീസിന്റെ പിടിയിൽ. ചിറ്റഞ്ഞൂരിലെ CPM പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. പഴഞ്ഞിയിൽ അപകടം, ചെറുവത്താനി സ്വദേശിയായ യുവാവിന് പരിക്കേറ്റു. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിലെ പുതിയ അംഗങ്ങളെ കാട്ടകാമ്പൽ ഗ്രാമീണ വായനശാലയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായി ആദരിച്ചു. പാതിവഴിയിൽ ഉപേക്ഷിച്ച കാട്ടകാമ്പാൽ ചിറയിൻകാട് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. സ്രായിൽ കടവ് റോഡിൽ വളർന്ന പാഴ്ചെടികൾ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ശുചീകരിച്ചു. കുന്നംകുളം നഗരസഭാ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പ് നാളെ. വൺ ഇന്ത്യ വൺ പെൻഷൻ തൃശൂർ ജില്ലാ കൌൺസിൽ പൊതുയോഗം നടത്തി.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.